എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ള 2 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം അലോട്ട്മെൻറ്റ് ലഭിക്കാതെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. എനിക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, ഇനി എനിക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുമോ, കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിച്ച സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട സംശയത്തിലേക്ക് വരാം. അതായത് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നോക്കിയ സമയത്തും സെക്കൻഡ് അലോട്ട്മെൻറ്റ് നോക്കിയ സമയത്തും നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റിയിട്ടുണ്ടാവുക. സോറി, യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ പറ്റിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അലോട്ട്മെൻറ്റ് കിട്ടുമോ, കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യുക എന്നാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ഇഷ്ടപ്പെട്ട ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിങ്ങൾക്ക് പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിലും എനിക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ്, അതായത് എനിക്ക് തേർഡ് അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ അവർ പിന്നീട് അലോട്ട്മെൻറ്റിന് അവർക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന, അതുപോലെ രക്ഷിതാക്കളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കാര്യം പറഞ്ഞു തരാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, രണ്ടാമത്തെ അലോട്ട്മെൻറ്റും കിട്ടിയിട്ടില്ല, ഇനി വരുന്ന മൂന്നാമത്തെ അലോട്ട്മെൻറ്റും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിച്ച സമയത്ത് നിങ്ങൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് നമ്മൾ ആദ്യം മുതൽ അപേക്ഷ കൊടുക്കണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അപേക്ഷ കൊടുക്കുക എന്നുള്ളതല്ല സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റുക എന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്കിപ്പോൾ ആ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു മെറിറ്റ് കോട്ട, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ SWS മുഖേന നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ട, അതുപോലെ തന്നെ ഈ ഒരു അതായത് കമ്മ്യൂണിറ്റി കോട്ട, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ട എന്നിങ്ങനെ ഇത്രയും കോട്ടകളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ട് എങ്കിൽ അങ്ങനെ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെ ഈ വരുന്ന സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, മുഖ്യഘട്ടത്തിൽ ഇതുവരെയായിട്ടും അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾ, അതായത് ഏതൊരു കോട്ടയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, അത് മാനേജ്മെൻറ്റിൽ നേടിയിട്ടില്ല, കമ്മ്യൂണിറ്റി കോട്ടയിലും അഡ്മിഷൻ നേടിയിട്ടില്ല, അതുപോലെ തന്നെ മെറിറ്റ് സീറ്റിലും കിട്ടിയിട്ടില്ല, സ്പോർട്സ് കോട്ടയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റ് കാരണം സ്കൂളിൽ പോയ സമയത്ത് നിങ്ങൾക്ക് അപേക്ഷയിൽ തെറ്റുണ്ട്, അതുകൊണ്ട് തന്നെ അഡ്മിഷൻ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് എന്തെങ്കിലും കുറവ് കാരണം നിങ്ങൾക്ക് സ്കൂളിൽ പോയ സമയത്ത് അഡ്മിഷൻ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികളുണ്ടാവും, അതായത് ഇതുവരെ +1ൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്കോ അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്കോ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ ഹയർ സെക്കൻഡറി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് അപേക്ഷിക്കാം. അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിച്ചിട്ടുണ്ട് എന്നാൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിച്ചിട്ടില്ല, അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹയർ സെക്കൻഡറിയിലേക്കും സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളതാണ്. അതിനു മുമ്പായിട്ട് ഒരു വിദ്യാർത്ഥി ചോദിച്ച പ്രധാനപ്പെട്ട സംശയമായിരുന്നു, അതിനുള്ള ഉത്തരം കൂടി ഈ ഒരു വീഡിയോയിൽ പറയാം. അതായത് VHSEയിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ എവിടെയും അലോട്ട്മെൻറ്റ് അതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ VHSEയിൽ അഡ്മിഷൻ എടുക്കാതെ ഹയർ സെക്കൻഡറിയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത് ആ ഒരു വിദ്യാർത്ഥി ചോദിച്ചതായിരുന്നു. അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരം ഈ ഒരു വീഡിയോയിൽ പറയാം. അതായത് നിങ്ങൾക്കിപ്പോൾ എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, തേർഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് VHSE അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടി, അങ്ങനെയെങ്കിൽ നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കാതെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് VHSEയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ VHSEയിൽ നിങ്ങൾ അഡ്മിഷൻ നേടുക, അതിനുശേഷം നിങ്ങൾ ഹയർ സെക്കൻഡറിയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് VHSEയിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് തിരിച്ചു വാങ്ങി നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ അവിടുത്തെ ആ ഒരു അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്ക് HSEയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ VHSEയിൽ
നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് കിട്ടി, ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് അതുവരെ കിട്ടിയിട്ടില്ല, തേർഡിലും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അത് VHSCയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ അഡ്മിഷൻ നേടുക. അഡ്മിഷൻ നേടിയ ശേഷം മാത്രം നിങ്ങൾ പിന്നീട് ഹയർ സെക്കൻഡറിയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുത്താൽ മതി. കാരണം അഥവാ ഹയർ സെക്കൻഡറിയിലും നിങ്ങൾക്ക് സീറ്റ് കിട്ടാത്ത സാഹചര്യം വരികയാണെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് നിങ്ങൾ പ്രൈവറ്റിലൊക്കെ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ VHSCയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ VHSCയിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക, പിന്നീട് ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. അപ്പോൾ അങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ മാറുക, അതല്ലെങ്കിൽ VHSCയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. കാരണം HSCയിലും VHSCയിലും കോഴ്സുകൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട ആ ഒരു സംശയത്തിലേക്ക് വരാം, അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾ വീണ്ടും അപേക്ഷ കൊടുക്കണോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സംശയത്തിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത്തേത് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പുതുതായിട്ട് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ലിങ്ക് മുഖേന കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഇതുവരെ ഒരു ജില്ലയിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ജില്ലയിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു ജില്ലയിലേക്കുള്ള ഈ ഒരു സ്പോട്ടല്ല ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനായിട്ട് പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ അപേക്ഷ കൊടുത്താൽ മതിയാകും. ഇനിയിപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളും ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ചില വിദ്യാർത്ഥികളുണ്ടാവും, അതായത് വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റോ സെക്കൻഡ് അലോട്ട്മെൻറ്റോ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയ സമയത്ത് നിങ്ങൾക്ക് ഡോക്യുമെൻസിൻ്റെ കുറവ് കാരണമോ അല്ലെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി, കാസ്റ്റ്, റിലീജിയൻ, അതല്ലെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഡീറ്റെയിൽസിൻ്റെ തെറ്റ് കാരണം, അതായത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കാറ്റഗറി കൊടുത്ത് തെറ്റായിപ്പോയി, അപ്പോൾ അത് കാരണമൊക്കെ സ്കൂളിൽ പോയ സമയത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിലെ ജില്ലയിൽ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ ആ ഒരു ജില്ലയും സെലക്ട് ചെയ്ത്, അത് കാൻഡിഡേറ്റ് ലോഗിനിലെ ആ ഒരു ജില്ലയും സെലക്ട് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റായിട്ടുള്ള വിവരങ്ങൾ, അതായത് കാറ്റഗറി, കാസ്റ്റ്, റിലീജിയൻ, അതല്ലെങ്കിൽ പഞ്ചായത്ത്, അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അപേക്ഷയിൽ എന്തൊക്കെ വിവരങ്ങളാണ് തെറ്റിയത്, അതുപോലെ EWS സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു, എന്നാൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് അത് നോ ആക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് EWS സർട്ടിഫിക്കറ്റ് കയ്യിൽ ഉണ്ട് എങ്കിൽ അത് യെസ് എന്ന് ആക്കിയിട്ട് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് അപേക്ഷയിൽ എന്തൊക്കെ റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം, അങ്ങനെയൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകിയാൽ മാത്രമേ അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങളെ പരിഗണിക്കുള്ളൂ. ഓപ്ഷനൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ യാതൊരു കാരണവശാലും അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഓരോ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും നിങ്ങൾ പുതുതായിട്ട് നിങ്ങൾ ഓപ്ഷനുകൾ, അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള സ്കൂളും കോഴ്സുകളും പുതുതായിട്ട് ഓപ്ഷനുകളായിട്ട് നൽകേണ്ടതായിട്ടുണ്ട്. ഇനി വിദ്യാർത്ഥികൾ അടുത്ത കാറ്റഗറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെയായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ, അത് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും അലോട്ട്മെൻറ്റിൽ ഇതുവരെ അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക, കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അപേക്ഷയിലെ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ടെങ്കിലോ അതൊക്കെ നിങ്ങൾ കൂട്ടിച്ചേർക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പുതുതായിട്ട് വീണ്ടും ഓപ്ഷനുകൾ നൽകുക, അതായത് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ നിങ്ങൾ പുതുതായിട്ട് വീണ്ടും ഓപ്ഷൻ നൽകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പുതുതായിട്ട് ഓപ്ഷനുകളൊക്കെ നൽകി നിങ്ങൾക്ക് വേണ്ട സ്കൂളുകളും കോഴ്സുകളും ഓപ്ഷൻസ് ആയിട്ട് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റുകളിൽ സ്പോർട്സ് കോട്ടയിലേക്കും അതുപോലെ തന്നെ മെറിറ്റ് കോട്ടയിലേക്കും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുമുള്ള അതുപോലെ തന്നെ VHSCയിലേക്കുമുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് നൽകാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.